ഒരു കുടുംബനാഥൻ നാളത്തെ ഭാവിയും കുടുംബത്തിന്റെ അന്തസ്സും ഒക്കെ മുൻനിർത്തി ബാങ്കിൽ നിന്ന് വലിയൊരു തുക ലോൺ എടുത്ത് മനോഹരമായ ഒരു വീട് പണിതു. മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകി. അതോടെ കുടുംബത്തിന്റെ ആസ്തിയും യശസ്സും ഒക്കെ വലിയ തോതിൽ ഉയർന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മാസ ശമ്പളം വരുമ്പോൾ അതിന്റെ ഭൂരിഭാഗം കാശും ഈ എടുത്ത ലോണിന്റെ പലിശയിലേക്കും തിരിച്ചടവിലേക്കും ഒക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് മാസങ്ങൾ അങ്ങനെ തുടർന്നപ്പോൾ പെട്ടെന്നൊരു മാസം വീട്ടിലെ ദൈനംദിന ചെലവുകൾക്കുള്ള അല്ലെങ്കിൽ അടിയന്തര ചികിത്സ അതുപോലുള്ള സാഹചര്യങ്ങളിലുള്ള അവസ്ഥയിൽ കയ്യിൽ പണമില്ലാത്ത അവസ്ഥ വരും. അങ്ങനെ വന്നപ്പോൾ ഇതിന് തൊട്ട് ശേഷം വന്ന കുടുംബനാഥൻ പറയുകയാണ്, പഴയ ആള് വലിയ ലോൺ എടുത്ത് വീട് വെച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഈ അനുദിന ചെലവുകൾക്കൊക്കെ കയ്യിൽ പണമില്ലാത്തതായി പോയത്. ഇങ്ങനെ പറയുകയാണ്. ഇവിടെ വീട് പണിത് ഒരു തെറ്റല്ല, തെറ്റാണോ? അത് നാളത്തെ വലിയൊരു മുതൽക്കൂട്ടാണ്. ഒരു വീട് എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ വലിയൊരു മുതൽക്കൂട്ടാണ്. എന്നാൽ കയ്യിൽ പണമില്ലാത്തത് കള്ളമാണോ? അതുമല്ല, അതും യാഥാർത്ഥ്യമാണ്. കാരണം ഇത്രയും വലിയൊരു വീട് വെച്ചു, ആ വീട് വെച്ചപ്പോൾ അത് ലോൺ എടുത്തിട്ടാണ്, ആ ലോൺ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ അവസ്ഥയെയാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ അസറ്റ് റിച്ച് ക്യാഷ് പുവർ എന്ന് വിളിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കേരളം കൈവരിച്ച അടിസ്ഥാന സൗകര്യ വികസനം അത് വിസ്മരിക്കാനാവാത്തതാണെന്ന് എല്ലാവർക്കും അറിയാം. അത് ഇടതുപക്ഷം കൊണ്ടുവന്നതായാലും UDF കൊണ്ടുവന്നതായാലും ശരി, അത് വിസ്മരിക്കാനാവാത്ത വളരെ വലിയ മാറ്റങ്ങളാണ് കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തുടർന്നു വരുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, കൊച്ചി വാട്ടർ മെട്രോ, കണ്ണൂർ എയർപോർട്ട്, IT പാർക്കുകളിലെ പുതിയ കമ്പനികൾ, ഇങ്ങനെയുള്ള കുറെ വികസനങ്ങൾ വന്നത് വഴി നേരിട്ടും പരോക്ഷമായും വലിയ രീതിയിലുള്ള വരുമാനം വരും വർഷങ്ങൾ, ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിൽ സംസ്ഥാനത്തിന് ലഭിക്കാൻ പോവുകയാണ്. അത് ഒരു പക്ഷേ 4-5 വർഷം കൊണ്ടാവില്ല. പക്ഷെ ഇപ്പൊ 10 വർഷം കഴിഞ്ഞോ അല്ലെങ്കിൽ 15 വർഷം കഴിഞ്ഞോ ഒക്കെ നമ്മുടെ കേരളത്തിന് കിട്ടാവുന്ന വരുമാന മാർഗങ്ങളാണതെല്ലാം. അതുപോലെ നമ്മുടെ കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ള ലൈഫ് മിഷന്റെ വീടുകൾ, കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള ആശുപത്രിയുടെയും വിദ്യാഭ്യാസ കെട്ടിടങ്ങളുടെയൊക്കെ നവീകരണം, മനുഷ്യ വിഭവശേഷിയിലുള്ള വലിയ വലിയ നിക്ഷേപങ്ങളാണ് ഇതൊക്കെ. ഇതുകൊണ്ട് തന്നെ വികസനത്തിനായി എടുത്ത കടങ്ങൾ അതിന് വെറും ബാധ്യതയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അത് നാളത്തെ വരുമാനത്തിനുള്ള നിക്ഷേപങ്ങളായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ അത്തരം രീതിയിലുള്ള കടമെടുപ്പിനെ കുറ്റപ്പെടുത്തുന്നത് ഒരു കേരളത്തിന്റെ വികസനം ലക്ഷ്യമിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഭൂഷണമല്ല. ഇനി ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടിട്ടുള്ള ധവളപത്രം, ഈ ധവളപത്രം എന്നുള്ളത് നമ്മുടെ ഇപ്പോഴുള്ള നിലവിലെ അവസ്ഥയുടെ, ക്യാഷിന്റെ അവസ്ഥയുടെ ഒരു ക്യാഷ് ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ വികസന പദ്ധതികളെ കുറിച്ചുള്ള എന്തെങ്കിലും രൂപരേഖയല്ല അത്. അതേസമയം വൻകിട പദ്ധതികളിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൻകിട പദ്ധതികളിൽ നിന്നുള്ള റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ വരുമാനം, ഇത് പൂർണ്ണ തോതിൽ സർക്കാരിലേക്ക് തിരിച്ചെത്താൻ 10 മുതൽ 25 വർഷം വരെയൊക്കെ സമയമെടുക്കും. അത്തരം രീതിയിലുള്ള ആസ്തി വികസനമാണത്. പക്ഷെ 62 ലക്ഷം പേർക്കുള്ള ക്ഷേമ പെൻഷൻ, ശമ്പളം, പലിശ തിരിച്ചടവ്, ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ എല്ലാ മാസവും കൃത്യമായിട്ട് നടക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് ക്യാഷ് വേണം. നമ്മുടെ ഭാവി വരുമാനം എത്ര വലുതാണെങ്കിലും ഈ മാസത്തെ പെൻഷൻ കൊടുക്കാൻ വിഴിഞ്ഞം പോർട്ടിന്റെ ഒരു ഭാഗം മുറിച്ചു വെക്കാൻ സർക്കാരിന് കഴിയില്ലല്ലോ. അതുപോലെ ഇത്തരം അവസ്ഥയിലാണ് സർക്കാരിന്റെ കയ്യിൽ പണമില്ലാത്ത പ്രതിസന്ധി, ലിക്വിഡിറ്റി ക്രൈസിസ് ഉണ്ടാകുന്നത്. ചുരുക്കത്തിൽ നമ്മൾ നോക്കിയാൽ കേന്ദ്ര സർക്കാരിന്റെ കർശനമായ കടമെടുപ്പ് നിയന്ത്രണങ്ങളുണ്ട്. സംസ്ഥാനത്തിന്റെ പരിമിതമായ നികുതി അധികാരങ്ങളെ ഇത് പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇത് ആ ഒരു നികുതി വരുമാനത്തിന്റെ പ്രതിസന്ധിയുടെ ആഴം വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വികസനത്തിന് വേണ്ടി കടമെടുത്ത മുൻ സർക്കാരുകളുടെ നടപടി നാടിന്റെ ഭാവിയെ കരുതിയായിരുന്നു എന്നതാണ് ശരി. അതങ്ങനെ തന്നെ നാം മനസ്സിലാക്കണം. അത്രത്തോളം തന്നെ ശരിയാണ് ആ കടത്തിന്റെ പേരിൽ അതിന്റെ പലിശ ഭാരണം, അതിന്റെ തിരിച്ചടവൊക്കെ കാരണം ഇന്നത്തെ ഖജനാവിന് ശ്വാസം മുട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും. അപ്പൊ വികസന നേട്ടങ്ങളെ നാം അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാനുള്ള ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ആസൂത്രണമാണ് നമുക്കിനി ആവശ്യം. പരസ്പരം പോരടിക്കാതെ, നമ്മൾ നാടിന്റെ ഭാവിക്ക് മുന്നിൽ പരസ്പരം രാഷ്ട്രീയം കളിച്ച് തല്ലുകൂടാനുള്ളതല്ല നിയമസഭ. അവിടെ ചർച്ചകൾ വരേണ്ടത് നമ്മുടെ ഭാവി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. നിങ്ങൾ അങ്ങനെ ചെയ്തു, നിങ്ങൾ കടത്തിലാക്കി എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തലല്ല നിയമസഭയിൽ വേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ നയം ശരിയല്ല, നിങ്ങൾ ചെയ്യുന്നത്
കുറ്റപ്പെടുത്തുന്ന പരിപാടിയാണ് എന്ന് പറഞ്ഞ് തിരിച്ച് ഇങ്ങനെ പരസ്പരം പോർവിളികൾ നടത്തുകയല്ല നിയമസഭയിൽ വേണ്ടത്. ഇല്ലാത്ത കുറ്റപ്പെടുത്തലും പോർമുഖങ്ങളൊക്കെ തുറന്ന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ശ്രമമല്ല രാഷ്ട്രീയ നേതാക്കൾ നോക്കേണ്ടത്. നമ്മുടെ സാമ്പത്തിക ഉണർവിനും വികസന തുടർച്ചയ്ക്കും ചെയ്യാവുന്ന പുരോഗമനപരമായ നിർദ്ദേശങ്ങൾ, അതാണ് ഇരുപക്ഷത്തു നിന്നും, ഇടതുപക്ഷമാവട്ടെ UDF ആവട്ടെ, രണ്ടു പക്ഷത്തു നിന്നും നിയമസഭയിലാണെങ്കിലും പുറത്താണെങ്കിലും ഉയർന്നു വരേണ്ടത് ഇത്തരം വികസന നിർദ്ദേശങ്ങളാണ്. അത്തരം ചർച്ചകളിലേക്ക് വെളിച്ചം വീശാവുന്ന നിർദ്ദേശങ്ങളാണ് കടന്നു വരേണ്ടത്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അത്തരം കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നു. See you, bye.